വെച്ചതാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്, അതുപോലെ ഞങ്ങളെ ഇമാമിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ പത്രത്തിലുമുണ്ടെന്നാ പറഞ്ഞത്. ഇനി ഖബർ ജീർണതയുടെ കേന്ദ്രമാണല്ലേ? എന്നാൽ ഖബറിന്റെ മഹത്വം കേൾക്കണോ നിങ്ങൾക്ക്? അത് ഞാൻ ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥം തന്നെ നോക്കി വായിച്ചു തരാം, കേട്ടോളൂ. ഖബർ മഖ്ബറകളിലുള്ള പ്രത്യേകതകൾ, മഖ്ബറകളിലുണ്ടാകുന്ന പ്രത്യേകതകൾ കേട്ടോളൂ സഹോദരന്മാരെ. ഇബ്നു തൈമിയ്യ പറയട്ടെ, നമ്മൾ പറഞ്ഞിട്ട് കുഴപ്പം വേണ്ട. ഇബ്നു തൈമിയ്യ പറയട്ടെ, വകദാലിക മൻ യുദ്കറു മിനൽ കറാമാത്ത് വഖവാരിഖൽ ആദാത്തി അല്ലതി തൂജദു ഇൻദ ഖുബൂറിൽ അംബിയാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളുടെയും സജ്ജനങ്ങളുടെയും ഖബറിന്റെ അടുക്കൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ, കറാമത്തുകൾ, പറയപ്പെടുന്ന കറാമത്തുകൾ, മിസ്ല നുസൂരിൽ അൻവാരി വൽ മലായികത്തി ഇൻദഹാ, മഹാന്മാരുടെ മഖ്ബറയുടെ സമീപത്ത് പ്രകാശം അവതരിക്കുന്നു. വൽ മലായിക, മഹാന്മാരുടെ മഖ്ബറകളുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങുന്നു. വതവഖി ശൈത്താനി വൽ ബഹായിമി ലഹാ, മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് ശൈത്താന് പ്രവേശനമില്ലാതെ ശൈത്താനിനെ കാക്കപ്പെടുന്നു. ചിലപ്പോൾ മൃഗങ്ങളെയും കാക്കപ്പെടുന്നു. എന്നാൽ സഹോദരന്മാരെ, ഇനിയും ഇബ്നു തൈമിയ്യ തന്നെ പറയട്ടെ, വൻദിഫാഇൻ നാരി അൻഹാ വഅമ്മൻ ജാവറഹാ, വൻദിഫാഇൻ നാരി അൻഹാ വഅമ്മൻ ജാവറഹാ, മഹാന്മാരുടെ മഖ്ബറയുടെ സമീപത്ത് പല സ്ഥലത്തും തീ കത്തുമ്പോൾ അത്തരം ചില സ്ഥലങ്ങളിൽ അതാ തീയിൽ നിന്ന് രക്ഷ. വസഫാഅതി ബഅദിഹിം ഫീ ജീറാനിഹി മിനൽ മൗതാ, ഖബറിൽ കിടക്കുന്ന ചില മഹാന്മാർ അവരുടെ തൊട്ടടുത്തുള്ള ഖബറിലുള്ളവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്ന കാര്യം. വസ്തിബാബിൽ ഇൻദിഫാനി ഇൻദ ബഅദിഹിം, മഹാന്മാരുടെ മഖ്ബറയിൽ തന്നെ മറമാടൽ സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞത്. വഹുസൂലുൽ ഉൻസി വസ്സകീനതി ഇൻദഹാ, മഖ്ബറയിൽ ചെന്നാൽ മനസ്സമാധാനം കിട്ടൽ, മഖ്ബറയിൽ ചെന്നാൽ മനസ്സമാധാനം കിട്ടൽ, മാനസിക രോഗത്തിന് ശമനം കിട്ടൽ. വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹാ, വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹാ, ഖബറിനെ നിസ്സാരപ്പെടുത്തിയവർക്ക് ശിക്ഷയിറങ്ങൽ നാടുകാണി പോലെ. ഓ സഹോദര, ഖബറിനെ നിസ്സാരപ്പെടുത്തിയവർക്ക് ശിക്ഷയിറങ്ങൽ. എന്തേ മൗലവിമാര് നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടില്ല? മുജാഹിദികളെ, 4 ജയിലിൽ കിടക്കുന്നുണ്ടല്ലേ? ഇബ്നു തൈമിയ്യ എഴുതിയതൊന്ന് നോക്കിക്കൂടായിരുന്നു? എന്താ എഴുതിയത്? വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹാ, മഹാന്മാരുടെ ഖബർ നിസ്സാരപ്പെടുത്തിയവർക്ക് അദാബ് ഇറങ്ങുക എന്നത്. അദാബ് ദുനിയാവിൽ അത് ഇറങ്ങിയിട്ടല്ലേ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്? ഓ മുജാഹിദികളെ, ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ തന്നെ വിട്ടോ, സലാം പറയാതെ മൗലവിമാരിൽ നിന്ന്. സലാം പറയേണ്ടതില്ല, സലാം പറയാതെ മൗലവിമാരെ ഇനി നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു വിട്ടോ. ഇസ്ലാമിന്റെ തെളിവ് എവിടെയാണെന്ന് മനസ്സിലാക്കി. ഇത്രയും പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താണ്? മഖ്ബറയുടെ സമീപത്ത് ഇതൊന്നും ഇല്ലെന്നാണോ? ഫജിൻസു ഹാദാ ഹഖുൻ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ സത്യമാണ് ജനങ്ങളെ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ സത്യമാണ് ജനങ്ങളെ. ലൈസ ബിമാ നഹ്നു ഫീഹി, നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചല്ല. ഇബ്നു തൈമിയ്യ പറയാണ്, വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന, അംബിയാക്കളെ ഖബറുകളിലുള്ള സംഗതി, വസ്സാലിഹീന സജ്ജനങ്ങളുടെ മഖബറുകളിലുള്ള സംഗതി, മിൻ കറാമത്തില്ലാഹി വറഹ്മതിഹി, അല്ലാഹ് കൊടുക്കുന്ന കറാമത്ത്, മഖബറയിലുള്ള കറാമത്ത്, മഖബറയിലുള്ള റഹ്മത്ത്. വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമതി, മഹാന്മാരെ മഖബറകൾക്ക്, ഖബറുകൾക്ക് പടച്ചവന്റെ അടുക്കലുള്ള പവിത്രത, വൽ കറാമ, അല്ലാഹുവിന്റെ അടുക്കൽ അതിനുള്ള ആദരവ്, ഫൗഖമായ തവഹമുഹു അക്സറുൽ ഖൽഖി, പലരും വിചാരിച്ചതിന്റെയും പലരും ഊഹിക്കുന്നതിന്റെയും അപ്പുറത്താണ് ജനങ്ങളെ. അമ്പിയാക്കളെ മഖ്ബറ, ഔലിയാക്കളെ മഖ്ബറ, അതിന് അല്ലാഹ് കൊടുക്കുന്ന പവിത്രത, അതിന് അല്ലാഹ് കൊടുക്കുന്ന കറാമത്ത് പലരും ഊഹിക്കുന്നതിന്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് ജനങ്ങളെ.
ലാകിൻ ലൈസ ഹാദാ മൗദൂ തഫ്സീൽ ദാലിക. ഇപ്പോൾ അത് വിശദീകരിക്കുന്ന സ്ഥലമല്ല. ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 374-ാമത്തെ പേജിൽ പറയുകയാണ്, എന്റെ പ്രസംഗം കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ, മൗലൈമാരോട് ചോദിക്കൂ, നിങ്ങളല്ലേ വിചിന്തനത്തിൽ പറഞ്ഞത് ഇബ്നു തൈമിയ്യയുടെ വാചകം ഖുർആനിന് തുല്യമാണെന്ന് പറഞ്ഞത്? ആ ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന കിതാബിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പേരോട് പറയുന്നു. അങ്ങനെ ആ കിതാബിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? കാതിന് ബധിരതയില്ലാത്ത, അതേ ഉമായായി പോയിട്ടില്ലാത്ത, കണ്ണിന് അന്ധത പിടിച്ചിട്ടില്ലാത്ത, മനസ്സിന് രോഗം പിടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും മുജാഹിദിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ മൗലൈമാരോട് ചോദിക്കൂ, മുജാഹിദേ, പേരോട് പറഞ്ഞതുപോലെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും വഞ്ചിക്കുകയല്ലേ ഈ മൗലൈമാർ? മഖബറകൾ ജീർണതയുടെ കേന്ദ്രങ്ങളാണ് പോൽ. വിവരമുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക്